بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وآله الفائزين برضا الله. أما بعد، يا سيدي سندي أوصي ويا مددي كل ظهيرا على الأعداء بالمدد مدير وخذ بيدي مدى مددي خليفة الله فينا محي الدين يا محي الدين يا محي الدين يا محي الدين يا محي الدين عبد القادر الجيلاني. ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, ഇസ്തിഗാസ എന്ന വിഷയത്തെ സംബന്ധിച്ച് 2 ദിവസം നടക്കാൻ നിബന്ധനയിൽ തീരുമാനിച്ച പ്രകാരം നടന്നുകൊണ്ടിരിക്കുന്ന വാദപ്രതിവാദത്തില് 2ാമത്തെ ദിവസമായ ഇന്നത്തെ ആദ്യത്തെ അവതരണം സുന്നി പക്ഷത്തിനാണ്. അതനുസരിച്ച് ഇസ്തിഗാസയെ സംബന്ധിച്ച് അതിന്റെ ഒരു ചെറിയ രൂപം ചുരുങ്ങിയ സമയങ്ങളിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇസ്തിഗാസ എന്ന് പറയുമ്പോൾ ഇവിടെ വാദമുണ്ടായിരുന്നത് മുജാഹിദ് പക്ഷത്തിന് അത് ശിർക്കാകുന്നു എന്നും സുന്നി പക്ഷത്തിന് ശിർക്കല്ല, ജായിസാണ്, അനുവദനീയമാകുന്നു എന്നുമാണ്. ഈ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ ആദ്യമായി ചിന്തിക്കേണ്ടത് എന്താണ് ശിർക്ക്, എന്താണ് ഇസ്തിഗാസ എന്നതിനെ സംബന്ധിച്ച് ആദ്യമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നലെ പല പ്രാവശ്യമായി ശിർക്കിന്റെ നിർവചനം ആവശ്യപ്പെട്ടപ്പോൾ മറുഭാഗത്തിന് പറയാൻ എന്തോ ഒരു തകരാറുണ്ട് എന്ന് നമുക്കൊക്കെ ബോധ്യമായിട്ടുണ്ട്. എന്താണ് തകരാറെന്ന് ചോദിച്ചാൽ ആ നിർവചനം മഹാന്മാരായ ആളുകൾ ആധികാരികമായ ഗ്രന്ഥങ്ങളിൽ വെച്ച് അതിനെ കൈകാര്യം ചെയ്തത് ജനമധ്യത്തിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ആ ഇസ്തിഗാസ ശിർക്കാകുന്നു എന്നതിന് വേണ്ടി ഉദ്ധരിക്കുന്ന മുഴുവൻ തെളിവുകളും ബാലിശമാകുമെന്ന യഥാർത്ഥ വിശ്വാസമുള്ളതുണ്ടാകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കത് കാണാൻ കഴിയും. ശിർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ അഖീദകളെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന, വിശ്വാസപരമായ കാര്യങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന ആധികാരികമായ ഗ്രന്ഥങ്ങളിൽ പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഇസ്ബാത്തു ശരീക്ക് ബിൽ ഉലൂഹിയ്യത്തി ബിമഅനാ വുജൂബിൽ വുജൂദി ഔ ബിമഅനാ ഇസ്തിഹ്ഖാഖിൽ ഇബാദത്തി. സ്വയം നിലനിൽപ്പ് വാദിച്ചുകൊണ്ട് ഇബാദത്തിന് അർഹനാകുന്നു എന്ന് വാദിച്ചുകൊണ്ട് ഒരു പങ്കാളിയെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഉണ്ട് എന്ന് സ്ഥിരപ്പെടുത്തലാണ് വാസ്തവത്തിൽ ഇശ്റാഖ് അല്ലെങ്കിൽ ശിർക്ക് എന്നുകൊണ്ടുള്ള ഉദ്ദേശം. ഇത് വളരെ വ്യക്തമായി നമുക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയുന്ന വസ്തുതയാണെന്ന് പറയാൻ മടി കാണിക്കേണ്ടതില്ല. നിങ്ങൾ വളരെ ഗൗരവമായി ചിന്തിക്കണം. സ്വയം പര്യാപ്തതയുണ്ടെന്ന് വാദിച്ചുകൊണ്ട് അതല്ലെങ്കിൽ ആരാധനക്ക് ഇബാദത്തിന് അർഹനാകുന്നു എന്ന അടിസ്ഥാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു പങ്കുകാരനുണ്ട് എന്ന് വാദിക്കുന്നതിനാണ് ശിർക്ക് എന്ന് പറയുന്നത്. സഹോദരന്മാരെ, ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ നാം മനസ്സിലാക്കിയിട്ടുണ്ട് ഇന്നലെ. എന്നാലും ഞാനെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ ഇലാഹില്ല. അല്ലാഹു മാത്രമാണ് ഇലാഹുള്ളത്. അവന് മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹാത്മാക്കളായ ആളുകളോട് അവൻ നൽകിയതായിരിക്കുന്ന കഴിവിൽ നിന്നിട്ടും സഹായം തേടുക, ഇതാണ് വാസ്തവത്തിൽ ഇസ്തിഗാസ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നു. ഇവരുടെ ചർച്ചാ വിഷയമായ ഇസ്തിഗാസയും അത് തന്നെയാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കിയ രണ്ടിന്റെയും നിർവചനം, രണ്ടിനെ സംബന്ധിച്ചും ഒരു രൂപം നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഇന്നലെ ഇവിടെ നടന്നതായിരിക്കുന്ന മുജാഹിദ് പക്ഷത്തിന്റെ പ്രധാനമായ പ്രസംഗത്തിൽ നിന്നും അവരുടെ വാദത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മക്ക മുശ്രിക്കുകളോട് സാമീപ്യമുള്ളവരാണ് എന്ന് ലോകത്തുള്ള സുന്നത്തുമായത്തിന്റെ ആളുകൾ മുഴുവനും എന്നതാണ്. ആദ്യമായി മക്ക മുശ്രിക്കുകളുടെ സ്ഥിതി ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വിവരിക്കാം. തുടർന്നുകൊണ്ട് ഈ ലോകത്തെ സുന്നത്തുമായത്തിന്റെ ഇവിടെ സന്നിഹിതരായ ആയിരക്കണക്കായ ആളുകൾ അല്ല, അഖില ലോകത്തും സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുന്ന സുന്നത്തുമായത്തിന്റെ വിശ്വാസത്തെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, മക്ക മുശ്രിക്കുകളുടെ സ്ഥിതി പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നഹും കാനൂ ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു യസ്തക്ബിറൂൻ. മക്ക മുശ്രിക്കുകളോട് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണം കൂട്ടരെ എന്ന് പറഞ്ഞാൽ യസ്തക്ബിറൂൻ, അഹങ്കരിക്കുന്നതായിരുന്നതാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ താല്പര്യം കാണിച്ചിട്ടില്ല. അവർ അറച്ചു നിന്നു. അതിന്
അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമേ ഇലാഹുള്ളൂ എന്ന വിശ്വാസം അവരെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെന്നില്ല എന്ന് മാത്രമല്ല, അതിൽ അവർ അഹങ്കാരികളായിരുന്നു എന്നാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. മാത്രമല്ല വയഖൂലൂന അഇന്നാ ലതരികു ആലിഹത്തിനാ ലിശായിരിൻ മജ്നൂൻ, തുടർന്നുള്ള ഇസ്ലാമിന്റെ അടിസ്ഥാനമായ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി എന്ന കലിമത്താണ് മനസ്സിലാക്കണം. മുഹമ്മദ് റസൂലുള്ളാഹി എന്ന രണ്ടാമത്തെ കലിമത്തിനെ സംബന്ധിച്ച് അവരുടെ ചിന്താഗതി നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. വയഖൂലൂന അഇന്നാ ലതരികു ആലിഹത്തിനാ ലിശായിരിൻ മജ്നൂൻ, ഒരു ഭ്രാന്തന് ഒരു കവി വല്ലതും വന്നു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ 300-400 ബിംബങ്ങളെ വെച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ നിങ്ങളും ആ ആരാധിക്കുന്ന ബിംബങ്ങളെ കൈയൊഴിക്കുന്നത് ഉചിതമാണോ എന്ന് ചിന്തിച്ചവരാണ് അവശരിക്കങ്ങളെ മനസ്സിലാക്കണം. ആ ഇലാഹുകളെ ഞങ്ങൾ കൈയൊഴിക്കാൻ തയ്യാറില്ല എന്ന് വാദിച്ചവര് ചുരുക്കത്തിൽ എന്ന് വന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനല്ലാതെ ആരാധന തയ്യാറില്ല എന്ന് പറയണമെന്നും വിശ്വസിക്കണമെന്ന് ഉപദേശിപ്പോൾ തയ്യാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കരിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അതൊരു കവി മാത്രമാണ്, അതല്ലെങ്കിൽ ഒരു ഭ്രാന്തനാണ്. ആ മുഹമ്മദിന്റെ വാക്ക് സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറില്ല എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗമാണ്. ഒക്കെ ശരിക്കും നിങ്ങൾ ചിന്തിക്കണം. ഇതാണ് മക്കമുശ്രിക്കിന്റെ ഏറ്റവും ചെറിയ രൂപം. ഇത് മനസ്സിലാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരന്മാരെ അവർ ഉപദേശിച്ചു, യാ ഖൗമി ഇബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം കൂട്ടരെ, അള്ളാഹു അല്ലാതെ ഒരു ഇലാഹി നിങ്ങൾക്കില്ല എന്ന് നിങ്ങൾ ഉറപ്പിച്ച് വിശ്വസിക്കണമെന്ന് റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അവർ ഉപദേശിച്ചു. എന്തുകൊണ്ട്? അവർക്ക് അള്ളാഹു അല്ലാത്ത പല ഇലാഹുകളിലും വിശ്വാസമുണ്ട് എന്നതാണ് ഇതിന്റെ തെളിവ്. അള്ളാഹുവല്ലാത്ത എമ്പാടും ഇലാഹുകളില് വിശ്വസിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളിൽ വ്യക്തമായി പഠിപ്പിക്കുന്നത്. അല്ലാഹു ഇല്ലല്ല, അല്ലാഹുവല്ലാതെ നിങ്ങൾ ആർക്കും ആരാധിക്കല്ല എന്ന് പ്രത്യേകം എടുത്തുദ്ധരിച്ചുകൊണ്ടാണ് ഓർമ്മപ്പെടുത്തുന്നതിന് കാരണം ഇതായിരുന്നു. അല്ലാഹുവല്ലാതെ എമ്പാടും ഇലാഹുകളുടെ നിശ്ചയിച്ചത് പേരില് ഫലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ഇലാഹ ഇല്ലെന്ന് നിങ്ങൾ ഉറപ്പിച്ച് തറപ്പിച്ച് വിശ്വസിക്കണമെന്ന് അവർ ഉപദേശിച്ചു. അവർ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അവരതിന് തയ്യാറായില്ല. قل أرأيتم إن أخذ الله سمعكم وأبصاركم وختم على قلوبكم من إله غير الله يأتيكم به. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തന്ന മക്ക മുശ്രിക്കീങ്ങളോട് റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ഓർമ്മപ്പെടുത്തുന്ന കഥയാണ് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തന്ന കേൾവി, അവൻ നിങ്ങൾക്ക് തന്ന കാഴ്ച, അതെല്ലാം അവൻ എടുത്തു കളഞ്ഞാൽ, നിങ്ങളെ ഹൃദയത്തിൽ അവൻ സീലെടുത്തു കഴിഞ്ഞാൽ മൻ ഇലാഹു ഗൈറുല്ലാഹി യഅതീകും ബി, അത് നിങ്ങൾക്ക് നൽകുന്ന ഇലാഹ് മറ്റാരുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു. ആയതുകൊണ്ട് ഒന്നിലധികം ഇലാഹുകള് അല്ലാഹുവല്ലാത്ത ഇലാഹുകളിൽ നിങ്ങൾ വിശ്വസിക്കല്ല എന്ന് റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അടിക്കടി അവർ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അവരെ മറുപടി എന്താ നിങ്ങൾ കേൾക്കണം. അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദൻ ഇന്ന ഹാദാ ലശൈഉൻ ഇജാബ്, ഈ കാലം അത്രയും ആരാധിച്ചു പോന്ന ഇലാഹികളെ ഒന്നാക്കി ചെറുക്കുകയോ മുഹമ്മദ് സാധ്യമല്ല. ഈ അത്ഭുതമുണ്ട്. ചിന്തിക്കുമ്പോൾ ഞങ്ങൾക്ക് അത്ഭുതം തോന്നുന്നു. ഇതായിരുന്ന മറുപടി. ഒരിക്കലും അവരതിന് തയ്യാറായിരുന്നില്ല. സഹോദരന്മാർ നിങ്ങൾ മനസ്സിലാക്കണം. മാത്രമല്ല ഈ കാര്യം വളരെ വ്യക്തമായവർ പറഞ്ഞു, മുശ്രിക്കുകളായിരിക്കുന്ന ആൾക്കാർ പറഞ്ഞൊരു സംഭവം അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തുദ്ധരിച്ചതാണ്. ഞങ്ങളുടെ ഇലാഹുകളൊന്നും ഞങ്ങൾ കൈയൊഴിക്കുമെന്ന പൂതി നിങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ പ്രവാചകന്മാരെ വിശ്വസിക്കാനും ഞങ്ങൾ തയ്യാറില്ല, ഞങ്ങളെ ഇലാഹുകളെ കൈയടിക്കാനും ഞങ്ങൾ തയ്യാറില്ല എന്ന സദാസമയത്തും അവരെ ആണയിട്ട് പറപ്പിച്ചു പറയുന്ന ഒരു വിഭാഗം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അഹങ്കരിച്ചുകൊണ്ട് മാറി നിൽക്കുന്ന ഒരു വിഭാഗം. ഇതാണ് മുശ്രിക്കുകളുടെ സ്വഭാവം എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം. സ്നേഹമുള്ള സഹോദരന്മാരെ, മുസ്ലിം ലോകം ഇതിനോട് തുല്യമാകുന്നു എന്നാണ് മറുകക്ഷിയുടെ വാദം. നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, മുസ്ലിം ലോകം ഈ വിശ്വാസക്കാരല്ല. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന് സദാസമയത്തും അല്ലെങ്കിൽ ദിനേന പല പ്രാവശ്യമായി ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന, വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന, ചെമ്പിച്ചുകൊണ്ടിരിക്കുന്ന വിഭാഗമാണ് മുസ്ലിം സമുദായം. ഇതുകൊണ്ട് തന്നെ മക്ക മുശ്രിക്കീങ്ങളും മുസ്ലിം സമുദായം ഒരേ രൂപത്തിലാകുന്നു എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്, ശരിയല്ല. പരിശുദ്ധ ഖുർആൻ അതിന് അംഗീകരിക്കുന്നില്ല, അതിന് അനുവാദം നൽകുന്നില്ല. തികച്ചും തെറ്റാകുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ അതിനെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ശിർക്കിന്റെ അർത്ഥം സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സ്വയം പര്യാപ്തതയുള്ള ആരാധനക്ക് ഇബാദത്തിന് അവകാശിയാകുന്നു എന്ന് ചിന്തിക്കുന്ന, വിശ്വസിക്കുന്ന ഒരു പങ്കാളിയെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സ്ഥിരപ്പെടുത്തലാണ് വാസ്തവത്തിൽ ശിർക്ക് എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം. നിങ്ങൾ ചിന്തിക്കണം. ഇന്നലെ ഇവിടെ ഉദ്ധരിക്കപ്പെട്ട മറുഭാഗത്തും മോദിയ മുഴുവൻ എഴുത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തുക്കളായിരിക്കുന്ന ആളുകളോട് സഹായം തേടല്,
അവരോട് അപേക്ഷിക്കല് ശിർക്കാകുന്നു എന്നത് വ്യക്തമാക്കണമെന്ന ഉദ്ദേശത്തില് സ്ഥിരപ്പെടുത്തണമെന്ന താല്പര്യത്തോടു കൂടി ആയത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഓരോ ആയത്തും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ശിർക്കിന്റെ ഭാഗങ്ങൾ അവിടെയുണ്ട്. അത് സഹായം അപേക്ഷിക്കലല്ല, അല്ലാത്തതായ ശിർക്കിന്റെ ഭാഗങ്ങൾ അതിന്റെ ഉള്ളിലും അതിന്റെ മുക്കിലും അതിന്റെ മൂലയിലും അതിന്റെ അറ്റത്തിലും അതിന്റെ അവസാനത്തിലും ഒതുങ്ങി നിൽക്കുന്നുണ്ട് എന്ന വസ്തുത വളരെ ഗൗരവമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയിട്ടുണ്ട് വാസ്തവത്തിൽ മറുപക്ഷം. അതുകൊണ്ടാണ് ശിർക്കിന്റെ അർത്ഥം പറയാൻ ഇത്ര വിഷമം അവർ പ്രകടിപ്പിച്ചിട്ടുള്ള സഹോദരന്മാരെ ചിന്തിക്കണം. വളരെ പ്രധാനമായി മുസ്ലിം സമുദായത്തെ മുസ്ലിക്കാക്കാൻ വേണ്ടി മക്ക മുസ്ലിക്കീങ്ങളോട് സാദൃശ്യമുള്ളവരാണ് മുസ്ലിം സമുദായമെന്ന് ജനാമധ്യത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടി കണിഞ്ഞ് ശ്രമിച്ചു നടത്തിയായിരിക്കുന്ന എമ്പാടുമായത്തിൽ എവിടെയുണ്ട്. ചിലത് ഞാൻ നിങ്ങളും ഉദാഹരണത്തിന് വെക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾ ചിന്തിക്കണം. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതാണ്. ഇതുദ്ധരിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത മഹാത്മാക്കളോട് ശിർക്കാണെന്ന് വാദിക്കാൻ വേണ്ടി മറുപക്ഷം തുനിഞ്ഞിട്ടുള്ളത്. സഹോദരന്മാർ നിങ്ങൾ ചിന്തിച്ചു നോക്ക. വളരെ വ്യക്തമായി ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവർക്ക് ആരാധിക്കുന്ന ഒരു വിഭാഗത്തിനേക്കാൾ പതച്ചുപോയ ആളുകൾ ആരാകുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അല്ലാഹു അല്ലാത്തവർക്ക് ആരാധിക്കുന്ന ഒരു വിഭാഗം, അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യുന്ന വിഭാഗം, അവരെക്കാൾ പഴച്ച ആളുകൾ ഈ ലോകത്താരുണ്ട് എന്ന് സഹോദരന്മാർ ചിന്തിക്കണം. എന്നിട്ട് ആർക്കാണ് ആരാധിക്കുന്നത് ചോദിച്ചാൽ അവരാരാധന ഒരിക്കലും സ്വീകരിക്കപ്പെടാത്ത, അവരാരാധന ഒരിക്കലും ഉത്തരം ചെയ്യപ്പെടാത്ത ഒരു വിഭാഗത്തിനാണ് അവരാരാധിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ ആയത്താണ് വളരെ വ്യക്തമായി ചെറുക്കാകുന്നു എന്ന് തെളിയിക്കാൻ വേണ്ടി ഇവിടെ ഉദ്ധരിച്ചത്. നിങ്ങൾ മനസ്സിലാക്കണം. അതേ ചെയ്തൊരു വഞ്ചന സഹോദരന്മാര്. അതിന്റെ തൊട്ട് പിന്നീട് ആ സംഭവം പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഭവത്തെ തന്നെയാണ് അതിന്റെ തൊട്ട് പിന്നിൽ രേഖപ്പെടുത്തുന്നത്. ജനങ്ങൾ മുഴുവനും പരലോകത്ത് ഹാജരാക്കപ്പെട്ടു കഴിഞ്ഞാൽ കാനൂലഹും മൈദാൻ, ഈ ആരാധിക്കപ്പെട്ടതായ മഹബൂദീങ്ങളായിരിക്കും ആളുകൾ തികച്ചും ആരാധിച്ച ആളുകൾക്ക് ശത്രുക്കളായി മാറും. അവരാരാധന അവർ നിഷേധിക്കുകയും ചെയ്യും. ഞങ്ങളെക്കാര്യവുമായി യാതൊരു ബന്ധവുമില്ല എന്നവർ പ്രഖ്യാപിക്കുകയും ചെയ്യുമെന്ന് വളരെ വ്യക്തമായി പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം. ശിർക്കിന്റെ അർത്ഥം പറയാൻ മടി കാണിച്ചതിന്റെ ഉദ്ദേശം നിങ്ങൾ ചിന്തിച്ചോ. ഇബാദത്താണ് ചെയ്തത്, അതുകൊണ്ടാണ് അവർ മുശ്രിക്കായി പോയത്. സഹായം അഭ്യർത്ഥിച്ചത് കൊണ്ടല്ല എന്ന് വ്യക്തമായി പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇത് മൂടി വെക്കാനാണ് ശിർക്കിന്റെ ഡയറിയിൽ കളിയെടുത്തിട്ടുള്ള സഹോദരന്മാര്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പഠിപ്പിക്കുമ്പോൾ ഇതാരുടെ മുമ്പിലും മൂടി വെക്കാൻ കഴിയുന്ന ഒരു വസ്തുതയല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇവിടെ പറഞ്ഞു ഈ ആരാധിക്കപ്പെട്ട ആളുകള്, ഈ മഹബൂദികള് അത് മഹാത്മാക്കളാണ്, ഇസൈറാണ്, ഈസാ നബിയാണ്. ആയതുകൊണ്ട് നിങ്ങൾ മദീനകളെ രക്ഷിക്കണേ, മമ്പൂത്തങ്ങളെ കാക്കണേ, മുഹദ്ദീസയെ രക്ഷിക്കണേ എന്നൊക്കെ സുന്നികൾ പറയുന്നത് പോലെ ഇസൈറിനോടും അതേപ്രകാരം ഈസാ നബിയോടും അഭ്യർത്ഥിച്ചതാണ്, ആരാധിച്ചതല്ല, ഇലാഹാക്കിയതല്ല എന്ന് വളരെ ഉച്ചത്തിൽ പറയാൻ ശ്രമിച്ചു നോക്കി നടന്നില്ല. സഹോദരന്മാർ നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനാണ് മറുപക്ഷത്തിന്റെ തെളിവെങ്കിൽ വളരെ വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യം പഠിപ്പിച്ചു. ലഖദ് കഫറല്ലദീന ഖാലൂ ഇന്നല്ലാഹ ഹുവൽ മസീഹു ഇബ്നു മറിയം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതാണ് മസീഹ് എന്ന് പറഞ്ഞ വിഭാഗം കാഫറായി പോയി എന്നാണ്. നിങ്ങൾ ചിന്തിക്ക് എന്താണ് പറഞ്ഞത്? ഈസാ നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച് അല്ലാഹു എന്നായിരുന്നു ആ വിഭാഗത്തിന്റെ വിശ്വാസമെന്ന്. ഇതാണോ സുന്നികളുടെ വിശ്വാസം? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഈസാ നബി അല്ലാഹു ആണെന്ന് പറഞ്ഞ വിഭാഗത്തെ സംബന്ധിച്ചാണ് തമ്പുരാൻ അവിടെ പറഞ്ഞിട്ടുള്ളത്. അതിനെ സംബന്ധിച്ചാണ് അങ്ങനെ അല്ലാഹു ആണെന്ന് പറഞ്ഞ് ആരാധിച്ചതുകൊണ്ട് ആ ആരാധന അവർ നിഷേധിക്കുന്നു എന്നാണ് പറഞ്ഞത്. താല്പര്യം നിങ്ങൾ ചിന്തിച്ചു നോക്ക്. വകാലത്തിൽ യഹൂദ വകാലത്തിന്റെ സാറ അൽ മസീഹ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. ജൂതന്മാർ പറഞ്ഞു ഉസൈർ അല്ലാഹു തആലയുടെ മകനാകുന്നു എന്ന്. ഇതാണ് ഒരു വിശ്വാസം. ഉസൈർ ഒരു മഹാത്മാവാണ്, ഒരു മഹാനാണ്. ആയതുകൊണ്ട് സഹായം അഭ്യർത്ഥിക്കാമെന്ന ചിന്താഗതിയിലല്ല അവരുള്ളത്. മറിച്ച് ഉസൈർ അല്ലാഹു തആലയുടെ മകനാകുന്നു എന്നാണ് അവർ ചിന്തിച്ചിട്ടുള്ളത്. വകാലത്തിന്റെ സാറ ക്രിസ്ത്യാനികൾ പറയുന്നത് മസീഹ് ഈസാ മഹാനാണ്, സഹായം തേടിയ കേസല്ല. മറിച്ച് മസീഹ് ഈസാ അല്ലാഹുവിന്റെ മകനാകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അല്ലാഹുവിന്റെ മകനാണ്, ആരാധിച്ചേ പറ്റൂ എന്നവർ ചിന്തിച്ചു. ഉസൈർ അല്ലാഹുവിന്റെ പുത്രനാണ്, ആരാധിച്ചേ പറ്റൂ എന്ന് അവർ ആലോചിച്ചു. അതുകൊണ്ട് അവർ ആരാധന
ഇബാദത്തി. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച കാലോ ബി ഇബാദത്തിഹിം കാഫിരീൻ. ആരാധനയൊന്നും അവർ അംഗീകരിക്കുന്നില്ല, നിഷേധിക്കുകയാണ്. അവർ മഹാത്മാക്കളാണ്, ആരാധിക്കാൻ പാടില്ല എന്നറിയുന്നവരാകുന്നു എന്ന്. സഹോദരന്മാരെ, ഇതാണ് ഇന്നലെ ഉറത്തിരിച്ച മുഴുവൻ നിലയത്തിന്റെയും തെളിവ്. ഇൻഷാ അല്ലാഹ് ചോദിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇവിടെ മറുപടി പറയും ചെയ്യും. ആ കാര്യത്തിൽ കൂടുതൽ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മുഴുവൻ ആയത്തുകളും പരിശോധിച്ച് നോക്കിയാൽ ഒന്നുകിൽ ആ നിർവചനത്തിൽ പറഞ്ഞ ശിർക്ക്, അല്ലെങ്കിൽ ഇബാദത്ത്, അല്ലെങ്കിൽ ഇലാഹ്, മൂന്നാലൊരു കാര്യം ഉൾക്കൊള്ളാത്ത ഒരായത്തും അല്ലാഹുവിന്റെ ഈ ലോകത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരായത്ത് ഉദ്ധരിക്കാൻ മറുപടിക്ക് സാധ്യമല്ല എന്ന് വളരെ വ്യക്തമായി ഈ സമയത്ത് നീ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കണം, ഇലാഹും യുശ്രികൂൻ എന്ന് ഓടുമ്പോൾ തളർച്ച. സഹോദരന്മാരെ, കപ്പലിൽ കയറിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക്, അതേ സമയത്ത് കരയിലേക്ക് വന്നാൽ ഇലാഹും യുശ്രികൂൻ, ശിർക്ക്, ആ മറച്ചു വെച്ചതിന്റെ താല്പര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ബാത്ത് ശരീക്കി എന്ന് ശിർക്കിന്റെ വിവരിച്ച അതേ ശിർക്ക് പ്രതിപാദിക്കാത്ത, ഇലാഹാണെന്ന ചിന്താഗതി ഉണ്ടെന്ന് തോന്നിപ്പിക്കാത്ത, ഇബാദത്താണ് അവർ ചെയ്തത് എന്ന് മനസ്സിലാക്കി തരാത്ത ഒരായത്തും ഈ സമുദായത്തിനോടാൻ സാധ്യമല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിലേക്ക് സാമീപ്യം കിട്ടാൻ വേണ്ടി മഹാന്മാരെ ഞങ്ങൾ സേവിച്ചതാണെന്ന് പറയും. പടച്ചതമ്പുരാൻ അങ്ങനെയല്ല പറഞ്ഞത്. മക്കൾശ്രീങ്ങൾ പറഞ്ഞത് അള്ളാഹുവിലേക്ക് സാമീപ്യം കിട്ടാൻ വേണ്ടി ഇലാഹികളെ ഞങ്ങൾ ആരാധിച്ചുള്ളതാണ്. നോക്കണം നിങ്ങൾ ഇബാദത്ത്. ഞാൻ നേരത്തെ ധൈര്യങ്ങൾ പറഞ്ഞ ഇബാദത്ത് എന്ന പദം വളരെ വ്യക്തമായി ഈ ആയത്തുകളിലൊക്കെ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഇസ്ബാത്ത് ശരീക്ക് എന്ന് പറഞ്ഞ ശരീക്ക് എന്നതിൽ കാണാൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ അവർ ഇലാഹികളായി മനസ്സിലാക്കിയെന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇതില്ലാത്ത ഒരായത്തും മഹാത്മാക്കളായ ആളുകളോട് അല്ലാഹു മാത്രമാണ് ഇലാഹ്, അവനല്ലാതെ മറ്റാർക്കും യാതൊരു കഴിവുമില്ല, വാന്നൽ കുവത്തനില്ലാഹില്ല, എല്ലാ കഴിവും അല്ലാഹു തആലക്കാണ്, അവന്റെ മഹത്വക്കലായിരിക്കുന്ന ആളുകൾക്ക് അവൻ കഴിവ് കൊടുക്കുന്നു. ആ കഴിവിന്റെ അടിസ്ഥാനത്തിൽ അവരോട് ചോദിക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞതല്ല ഈ ആയത്ത്, മറിച്ച് അതൊക്കെ പറഞ്ഞ ആയത്ത് വേറെ വേറുണ്ട്. സ്നേഹമുള്ള സഹോദരന്മാരെ, ഇത് നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണമെന്ന് മാത്രമേ ഈ സമയത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇതുപോലെ നിങ്ങൾക്ക് ചിന്തിച്ചാൽ വളരെ വ്യക്തമായി കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കാൻ കഴിയും. അജഅലല്ലാഹിഹത്ത ഇലാഹൻ വാഹിദൻ ഇന്നഹാദാ ലശൈഉൻ അജാബ് എന്ന ആയത്തിൽ പഠിപ്പിക്കുകയാണ്. ഒരു ഇലാഹിലല്ല, ഇലാഹിലാണ് അവർ വിശ്വസിച്ചിട്ടുള്ളത്. ആ ഇലാഹുകൾക്കൊക്കെ ആരാധിച്ചു, അവരോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. ഇതാണ് ഒരു പ്രശ്നം. ഈ ഒരു ആരാധന ഇലാഹായി മനസ്സിലാക്കി ഈ ഒരു അടിസ്ഥാനത്തിലാണ് സഹോദരന്മാരെ ഒരു മുശ്രിക്കായി പോയിട്ടുള്ളത്. ഞങ്ങൾ വളരെ വിനയത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ലോകത്തുള്ള മുസൽമാൻ ഇസ്തിഹാസ ചെയ്യുന്ന മുസൽമാനോട് നിങ്ങൾ ചോദിച്ചു നോക്കണം, നിങ്ങൾ ചെയ്യുന്ന ഇസ്തിഹാസയുടെ ഉദ്ദേശം ഉണ്ടാകുന്നു. മുഹ്യിദ്ദീൻ ശൈഖ് ഇലാഹാണെന്ന് ഇവിടെ ആർക്കും വാദമില്ല. മുഹമ്മദ് നബി ചെറിയ ഇലാഹാണെന്ന് വാദം ഇവിടെ ആർക്കുമില്ല. അല്ലാഹു അല്ലാത്ത ആർക്കെങ്കിലും ആരാധിക്കുന്ന സ്വഭാവം മുസൽമാനില്ല. അതൊക്കെ അല്ലാഹു മാത്രമാണ് ഇലാഹ്, അവരെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അതേ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തുക്കളായ ആളുകളോട് സഹായം ചോദിക്കുന്നതിന് വിരോധമില്ല. ഇതാണ് ഇസ്തിഹാസ. ഇത് വ്യക്തമായും പരിശുദ്ധ ഖുർആനിലൂടെ പരിശോധിച്ചാൽ അത് അനുവദനീയമാകുന്നു എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സഹോദരന്മാർ, നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. ആയതൊക്കെ മറുഭാഗം ഇന്നലെ ഓതിയ ആയത്ത്, ഇനി ഓടാനിരിക്കുന്ന ആയത്ത്. എനിക്ക് ആ വിഭാഗത്തിനോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ആത്മാർത്ഥയുണ്ടെങ്കിൽ, ദീനിന്റെ പ്രവർത്തകരാണെങ്കിൽ, ഇസ്രായേൽ എന്ന പേരും പറഞ്ഞ് പ്രവർത്തിക്കുന്ന ആളുകളാണല്ലോ സഹോദരന്മാരെ, പാവപ്പെട്ട മുസ്ലിം സമുദായത്തെ വഞ്ചിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്ക മുശ്രിക്കീങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങൾ, അവർ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാത്ത ഈ മുസ്ലിം സമുദായത്തിന് പേരിൽ വെച്ച് കെട്ടുന്നത് തികച്ചും തെറ്റാകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വാന്നൽ മസാജിദ ലില്ലാഹി വലാ തദഉ മഅല്ലാഹി അഹദാ. അല്ലാഹു തആലയുടെ പള്ളി ആയതുകൊണ്ട് അല്ലാഹു തആലയോട് കൂടെ മറ്റാരെയും നിങ്ങൾ ആരാധിക്കല്ല എന്ന് പഠിത്തമ്പുരാൻ പറയുമ്പോൾ മഹാത്മാക്കളോട് സഹായം തീർന്നതിന് തെളിവാണെന്ന് പറയുന്നത് സ്നേഹമുള്ള സഹോദരന്മാരെ, അത് നടക്കാൻ പോകുന്ന കാര്യമല്ല. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായ കാര്യം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അല്ലാഹു അല്ലാത്ത മഹാത്മാക്കളോട് സഹായം തേടാമെന്നും അവരെ സഹായിക്കുമെന്നും ഇത് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നു, മുസ്ലിമീങ്ങളായിരിക്കുന്ന ആളുകൾ, സാലിഹീങ്ങളായിരിക്കുന്ന ആളുകൾ ദുആ ചെയ്യുന്ന ദുആ, വജഅൽ ലനാ മിൻ ലദുൻക വലിയ്യൻ വജഅൽ ലനാ മിൻ ലദുൻക നസീറാ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്ക് നിന്റെ ഭാഗത്തു നിന്ന് വലിയനെ തരണം, ഞങ്ങളെ സഹായിക്കുന്ന വിഷമഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് സഹായം നൽകുന്ന വലിയ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് മുസൽമാന്മാർ. പ്രാർത്ഥിക്കാത്തവരാരാകുന്നു എന്ന് പറയാൻ തിരിയുന്നില്ല. നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ഇതാണ് സഹോദരന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. ഒരു വലിയ തരണമെന്ന് പ്രാർത്ഥിക്കുന്നവരാണ്, ഒരു സഹായം നൽകുന്ന ആളെ തരണമെന്ന് പ്രാർത്ഥിക്കുന്നവരാണ് മുസ്ലിം സമുദായം. ഇത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ നിസായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിരിക്കുന്നു. ഈ അടിസ്ഥാനത്തിൽ അല്ലാഹു അല്ലാത്ത സഹായകന്മാർ ഇവിടെ ആവശ്യമുണ്ട്. ഇതുകൊണ്ടാണ് അല്ലാഹു തആല പഠിപ്പിച്ച
പറഞ്ഞത് ഇന്നമാ വലിയക്കും അല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു വല്ലദീന യുഖീമൂന സ്വലാത്ത വയുതൂന സകാത്ത വഹും റാകിഊൻ. നിങ്ങളെ വലിയ അല്ലാഹുവാണ്, അതോടുകൂടി അല്ലാഹു മാത്രമാണെന്ന് പറഞ്ഞിട്ടില്ല. അതേ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു വറസൂലുഹു, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളെ വലിയാണ്. പോരാ വല്ലദീന ആമനു വല്ലദീന യുഖീമൂന സ്വലാത്ത വയുതൂന സകാത്ത വഹും റാകിഊൻ. റഹ്മാനായ റബ്ബിനെ ആരാധിച്ച സൽക്രമം ചെയ്ത അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരൊക്കെ തന്നെ നിങ്ങളെ വലിയ, നിങ്ങളെ സഹായിക്കുന്നവരാണ്. നിങ്ങൾക്ക് സഹായി വേണമെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം സമുദായത്തിന് നൽകുന്ന സഹായികളാണ്. സ്നേഹമുള്ള സഹോദരന്മാരെ, നാം പരിശോധിച്ചാൽ വളരെ വ്യക്തമായി നിസ്കരിക്കുകയും സകാത്ത് കൊടുക്കുകയും റബ്ബിന്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്ന മുഴുവൻ ആളുകളും മരണമെന്നോ ജീവിതമെന്നോ വ്യത്യാസമില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചിന്തിച്ചോ, അത്തരം ആളുകളൊക്കെ ഈ മുസ്ലിം സമുദായത്തിന്റെ സഹായികള് നിങ്ങൾക്ക് ഞാൻ സഹായികളായി നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വൈൻ തലാഹറാലി എത്രത്തോളം അറിയാമോ മുഹമ്മദ് നബിക്ക് പോലും വൈൻ തലാഹറാലി വൈന്നല്ലാഹ മൗലാഹു വ മൗലാഹു വജിബ്രീൽ വസ്വാലിഹുൽ മുഅ്മിനീൻ വൽ മലായികത്തു ബഅദ ദാലിക ലഹീർ. ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ, ഒരു വിഷമഘട്ടം ഉണ്ടായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാജിബാണ് ഓർമ്മിപ്പിക്കുന്നത്. അല്ലാഹു മുഹമ്മദ് നബി സന്റെ സഹായിയാകുന്നു നിങ്ങൾ മനസ്സിലാക്കണം. പോരാ ജിബ്രീലും മുഹമ്മദ് നബിയുടെ സഹായിയാകുന്നു നിങ്ങൾ മനസ്സിലാക്കണം. വസാലിഹുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളൊക്കെ തന്നെ മരിച്ചവരെന്നോ ജീവിച്ചിരിക്കുന്നവരെന്നോ വ്യത്യാസമില്ല. മുഴുവൻ മുസ്ലിമീങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട ദാസന്മാരൊക്കെ തന്നെ അമ്പിയാക്കന്മാരായ ആൾക്കാരൊക്കെ മരിച്ചുപോയവരാണ്. അവരൊക്കെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിക്കാൻ വേണ്ടി നിയമിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇതുപോലെ എമ്പാടുമായത്തുകൾ മഹാന്മാരെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് അവർ നിങ്ങളുടെ കൂടെയാണ്. നിങ്ങൾ എവിടെയായിരുന്നാലും ശരി, നാട്ടിലായിരുന്നാലും യാത്രയിലായിരുന്നാലും നിങ്ങൾ ഏത് വിഷമഘട്ടത്തിലായിരുന്നാലും നിങ്ങളുടെ കൂടെ അല്ലാഹുവിന്റെ മഹാന്മാക്കളുണ്ട്, സാലിഹീങ്ങളായിരിക്കുന്ന ആളുകളുണ്ട്. മാത്രമല്ല നിങ്ങളെ സഹായിക്കും. നിങ്ങളെ സഹായിക്കാൻ വേണ്ടി നിങ്ങളുടെ കൂടെ അവരുണ്ടെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കണം. ഹസ്ബുകല്ലാഹു വമൻ ഇത്തബഅക മിനൽ മുഅ്മിനീൻ. മുഹമ്മദ് നബി അല്ലാഹു തആല പറയുന്ന നബിയെ നിങ്ങൾക്ക് അല്ലാഹു മതി. മാത്രമല്ല അല്ലാഹു മാത്രം മതി എന്നല്ല, വമൻ ഇത്തബഅക മിനൽ മുഅ്മിനീൻ, തങ്ങളോട് അനുഗമിച്ച മുഅ്മിനീങ്ങളും അല്ലാഹും തങ്ങൾക്ക് മതിയെന്ന്. അല്ലാഹുവിന്റെ കൂടെ ആള് സഹായിക്കാനുണ്ടെന്ന് പറയുന്നത് ശിർക്കാവുകയാണെങ്കിൽ മുഹമ്മദ് നബി ഒരു ശിർക്ക് ചെയ്യാനാണോ അല്ലാഹു തആല ഉപദേശിക്കുന്നത്? മറുപടി കിട്ടേണ്ടതുണ്ട്. സ്നേഹമുള്ള സഹോദരന്മാരെ, ഇതൊക്കെ ജീവിച്ചിരിക്കുന്നവരാണ്, മരിച്ചവരല്ല എന്ന് പറയുന്നത് തെറ്റാണ്. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിച്ചു. മുസ്ലിമീങ്ങളെ പോലെയല്ല മുസൽമാന്മാര്, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവർ ജീവിത മരണ വ്യത്യാസമില്ല, ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും സമമാണ്, യാതൊരു വ്യത്യാസമില്ല എന്ന് വളരെ വ്യക്തമായി പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരന്മാരിൽ പരിശുദ്ധ ഖുർആനാണ് തെളിവാണ്. നിങ്ങൾ ആലോചിച്ചോ, നിങ്ങൾക്ക് വേണമെന്ന് ചോദിക്കാം, നിങ്ങൾക്ക് സമയം വരുന്നുണ്ട്. അതേ സമയത്ത് നിങ്ങൾ ചിന്തിച്ചോ സ്നേഹമുള്ള സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു മരണപ്പെട്ടവരും ജീവിച്ചിരിക്കുന്ന വ്യത്യാസമില്ലെന്ന് മാത്രമല്ല, ശുഹദാക്കളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ഷഹീദായ ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ പറയരുത് അമ്പാത്തിൽ മരിച്ചു പോയവരാണെന്ന് നിങ്ങൾ പറയാൻ പാടില്ല. ജീവിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്ര വ്യക്തമായി പഠിപ്പിക്കാൻ കാരണം ആരെങ്കിലും പറഞ്ഞു കഴിവർ മരിച്ചുപോയവരാണ്, ഒന്നും ചെയ്യാൻ കഴിയാത്തവരാകുന്നു എന്ന്. ഇത് പറയരുതെന്നാണ് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത്. മരിച്ചവരെന്ന് പറയല്ല, അങ്ങനെ നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്. പരിശുദ്ധ ഖുർആന്റെ കൽപ്പനക്കെതിരെയാണ്. സ്നേഹമുള്ള സഹോദരന്മാരെ, ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇന്നലെ ഇവിടെ മുഴച്ചു നിന്നൊരു വാദം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മറുപടി വ്യക്തമായി നൽകിയിട്ടും പിന്നെയും ആവർത്തിച്ചു. അല്ലാഹു തആല കൊടുക്കുന്ന കൈവിന് പരിധിയുണ്ട്. ഒരു പരിധിയും അല്ലാഹു നിശ്ചയിച്ചിട്ടില്ല. പരിശുദ്ധ ഖുർആനാണ് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ അല്ലാഹു പഠിപ്പിക്കുന്നു. വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. റഹ്മാനായ റബ്ബ് ഇഷ്ടപ്പെട്ടവർക്ക്, അവന്റെ ഔലിയാക്കൾക്ക്, മഹാത്മാക്കൾക്ക് കഴിവ് കൊടുക്കുന്നു. വേഷം നിയമിക്കാൻ നിങ്ങൾ ആരും ഏൽപ്പിച്ചിട്ടില്ല. റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ എത്രയും കഴിവ് കൊടുക്കും. നിങ്ങൾ വേഷം നിശ്ചയിക്കുന്നത് തെറ്റാണ്. ഇസ്ലാമിന് പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾ നടത്തുന്ന കരിഞ്ചന്തയാകുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. മഹാനായ ഇബ്നു കസീർ പഠിപ്പിക്കുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. യർസുഖു മൻ യശാഉ മിൻ ഖൽഖിഹി വയുഅ്തിഹി അതാൻ കസീറൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശക്തികളിൽ ഇഷ്ടപ്പെട്ടവർക്ക് നൽകും. അതാൻ കസീറൻ ധാരാളം കാര്യങ്ങൾ. ഗസീറൻ വണ്ണമായത് അറ്റമില്ല, ബ്യാഹസിന് അറ്റമില്ല, വലാതഅദാദിന് എണ്ണിക്കണക്കാക്കാൻ സാധ്യമല്ല. ഇത് ആഹ്റത്തിൽ കൊടുക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണ്ട. ദുനിയാവിലും ആഹ്റത്തിലും അല്ലാഹു തആല കൊടുക്കുമെന്നാണ്. നിങ്ങൾ ഈ റേഷൻ നിൽക്കുന്നത് പരിശുദ്ധ ഖുർആനോട് എതിരാണ്. പരിശുദ്ധ
പരിശുദ്ധ ഖുർആൻ കാര്യം ഇന്നലെ ഇവിടെയും ഓർമ്മിപ്പിക്കുകയുണ്ടായി. നിങ്ങൾ മനസ്സിലാക്കണം, ആകാശങ്ങളിലും ഭൂമിയുള്ള കാര്യങ്ങളൊക്കെ കാണാനുള്ള കഴിവുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തുക്കൾക്ക് നൽകിയിട്ടുണ്ടെന്ന്. ഇതെല്ലാം പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുമ്പോൾ പരിധിയുണ്ട്, കഴിവിന് പരിധിയുണ്ട് എന്ന് പറയുന്നത് തെറ്റാണ്. പരിശുദ്ധ ഖുർആനോട് യോജിക്കാത്ത സംഭവമാകുന്നു നിങ്ങൾ മനസ്സിലാക്കണം. ഇനി സ്നേഹമുള്ള സഹോദരന്മാരെ, ഈ മരിച്ചുപോയ ആളുകളോട് ചോദിക്കാൻ പാടുണ്ടോ? എന്ന ആയത്തിവിടെ വ്യക്തമായി നിരോധി. മാത്രമല്ല മറുഭാഗത്തിന്റെ പുസ്തകമായ അത്തൗഹീദിന് ആ ആയത്തിന് ഒട്ടായിരിക്കും അർത്ഥമേ വായിക്കുകയുണ്ടായി. മരിച്ചുപോയ മുഴുവൻ പ്രവാചകന്മാരോടും ചോദിച്ചു നോക്ക് മുഹമ്മദ് നബിയെ എന്ന് റബ്ബുൽ തമ്പുരാൻ പറഞ്ഞിട്ട് മരിച്ചവരോട് ചോദിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ശിർക്ക് ചെയ്യാനാണ് മുഹമ്മദ് നബിയെ പഠിപ്പിച്ചത്. സഹോദരന്മാരെ മനസ്സിലാകുന്നില്ല, വളരെ വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതാണ്. മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാത്മാക്കളായിരിക്കും ആൾക്കാർ കൊടുക്കുന്ന കൈകളിൽ പരിധിയില്ലാതെ മാത്രമല്ല, അവരോട് ചോദിക്കുന്നത് മാത്രമല്ല, അവരോട് ചോദിക്കാത്ത മഹാന്മാരാരും ഇവിടെ ഇല്ല തന്നെ എന്ന വസ്തുത നിങ്ങൾ വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാനത് വിശദമായി അങ്ങോട്ട് കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്, മഹാന്മാരായ ആൾക്കാരോട് ചോദിക്കുന്നതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി തീരുമാനം രേഖപ്പെടുത്തുന്നത് മാത്രമല്ല, മുഴുവൻ ആളുകളും ചോദിച്ചിട്ടുണ്ട്. ചോദിച്ച പല മഹാന്മാരെ ഇവിടെ കാണാൻ കഴിയും. നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഒറ്റക്കാരെ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. സഹോദരന്മാരെ, ഈ പരിശുദ്ധ ഖുർആനും ആയത്തും ഹദീസും ഉദ്ധരിക്കുന്ന സമയത്ത് ഇത് വെറും ഞങ്ങളുടെ അഭിപ്രായമാകുന്നു എന്നോ സമസ്തയുടെ തീരുമാനം മാത്രമാണോ ചിന്തിക്കേണ്ട. മഹാനായ പ്രഗത്ഭരായ പണ്ഡിത ലോകത്തിൽ ഉയർന്ന മഹാന്മാരായ ഇമാമിനോട് ഇക്കാര്യത്തെ നമ്മൾ ചോദിക്കപ്പെട്ടു. ഇന്നും ഇന്നലെയുമല്ല, വളരെ മുമ്പ് ചോദിക്കപ്പെട്ടു. അന്ന് പറഞ്ഞ മറുപടി ശ്രീരാമായ മഹാനായ ഇമാം തമ്മിൽ തങ്ങളോട് ചോദിക്കുന്നു. സാധാരണക്കാരായ ആളുകൾ വിഷമമുണ്ടാകുന്ന സമയത്ത് വിളിക്കുന്നു യാ ശൈഖ്, യാ ശൈഖ് മുഹീദ്ദീൻ എന്നോ അതല്ലെങ്കിൽ അതുപോലത്തെ മഹാന്മാരെ വിളിക്കുന്നു. മറ്റു ചിലർ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ എന്ന് വിളിക്കുന്നുണ്ട്. ഇത്തരം ഇസ്തിഗാസ, സഹായം തേടല്, വൽ മുർസലീന വൽ ഔലിയാ വൽ ഉലമാ വസ്വാലിഹീൻ ഫഹൽ ദാലിക ജായിസുൽ, ഇത് അനുവദനീയമാണോ അല്ലേ? ഞങ്ങൾക്ക് വിവരം ലഭിക്കേണ്ടിരിക്കുന്നു. മഹാനായ ഇമാം തമ്മിൽ തങ്ങളോട് ചോദിക്കുകയുണ്ടായി. മറുപടി പറഞ്ഞു. സഹോദരന്മാർ നിങ്ങൾ ചിന്തിക്കണം. ഫാജാവ, മഹാനായ ഇമാം തമ്മിൽ അല്ലാഹു തആല മറുപടി പറഞ്ഞു, ബിഅന്നൽ ഇസ്തിഗാസതു ബിൽ അംബിയാ വൽ മുർസലീന വൽ ഔലിയാ വൽ ഉലമാ വസ്വാലിഹീൻ ജായിസുൽ, അംബിയാക്കന്മാരെ കൊണ്ടും പ്രവാചകന്മാരെ കൊണ്ടും ഔലിയാക്കന്മാരെ കൊണ്ടും ഉലമാക്കന്മാരെ കൊണ്ടും അങ്ങനെ സാലിഹീൻ ഒന്നതാണ് മുഴുവൻ ആളുകളെ കൊണ്ടും ഇസ്തിഗാസയിൽ ജായിസാണ്. മാത്രമല്ല അവർക്ക് സഹായിക്കാൻ കഴിയും. ഒരു റസൂലി വൽ അംബിയാ വൽ ഔലിയാ വസ്വാലിഹീൻ ഇഗാസത്ത്, അവരോട് ചോദിക്കൽ അനുവദനീയമാണെന്ന് മാത്രമല്ല, ആ ഇസ്തിഗാസ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് സഹായിക്കാൻ കഴിയുമെന്നുമാണ് വ്യക്തമായി രേഖപ്പെടുത്തുന്നു. എപ്പോൾ നീലകാലത്ത് ചായ ചോദിക്കുന്ന കഥയല്ല, ഭയനോത്തിയും മരണാനന്തരം അവരോട് സഹായം തേടല് അനുവദനീയമാണ്, ജായിസാണ്. മാത്രമല്ല മരണത്തിന്റെ ശേഷം അവർക്ക് സഹായിക്കാൻ കഴിയുമെന്ന് വളരെ വ്യക്തമായി ഇമാം തങ്ങൾ ഫത്വ നൽകിയിട്ടുണ്ട്. ഫതാവ റംലി നിങ്ങൾ പരിശോധിച്ചാൽ ഈ ഫതാവ് ഫതാവ റംലിയാണ് ഇമാം റംലി തങ്ങളുടെ ഫതാവ. ഇത് ഫതാവ ഖുറയുടെ ഹാശിയിൽ നിങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. 382 പേജ്. ഹാമിസിൽ പരിശോധിച്ചാൽ കാണാൻ കഴിയും. 382 പേജ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഇത് വാസ്തവത്തിലൊരു വിഭാഗം മാത്രം പറയുന്നല്ല, വളരെ വ്യക്തമായി പരിശുദ്ധ ഖുർആനും ഹദീസും കാര്യം ഗ്രഹിച്ച പണ്ഡിതന്മാരൊക്കെ തന്നെ വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ട് ഖുർആൻ മനസ്സിലാക്കാതെ, ഖുർആന്റെ യഥാർത്ഥ രൂപം ചിന്തിക്കാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നെങ്കിൽ വളരെ വിനയപുരസ്സരം നമുക്ക് അവരോട് പറയാനുള്ളത്, സമുദായത്തിന് നിങ്ങൾ കാപ്പുറക്കാൻ തിരിയല്ല. ഈ സമുദായം ഇസ്ലാമത്തിന്റെ പാന്താവിലൂടെ തന്നെയാണ് നീങ്ങുന്നത്. മഹാന്മാരായ സഹാബത്തും മഹാന്മാരായ പ്രവാചകന്മാരും അവരെ പിൻപറ്റി ലോകത്ത് ജീവിക്കുന്ന ആളുകളും പഠിപ്പിച്ച പരിശുദ്ധ ദീൻ ഇസ്ലാമാണ് ഇവിടെയുള്ളത്. അതിനെ സംബന്ധിച്ച് ആധികാരികമായി പറയാൻ അർഹതയുള്ള ഇമാം റംലി തങ്ങൾ വിവരിക്കുകയും ചെയ്തിട്ടുണ്ട്. ചോദിച്ചപ്പെട്ടപ്പോൾ അനുവദനീയമാണെന്ന് മാത്രമല്ല അവരെ സഹായിക്കുമെന്ന്. ഈ കാര്യം നാം മനസ്സിലാക്കണമെന്നും ഇത് പരിശുദ്ധ ഖുർആനോട് എതിരല്ല. പരിശുദ്ധ ഖുർആനിൽ സഹായം അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ മഹത്തുക്കളായിരിക്കുന്ന ആളുകൾ അവരെ മരണാനന്തരം അല്ലാഹു മാത്രമാകുന്നു ഇലാഹ് എന്ന വിശ്വാസത്തോടുകൂടെ അവനെ ഈ ലോകത്ത് കൈകൊള്ളൂ. അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ള ആളുകൾക്ക് അല്ലാഹു യർസുഖു യശാഉ ബിഗൈരി ഹിസാബ്, ഇഷ്ടമനുസരിച്ച് കൊടുക്കുമെന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ അവരോട് ചോദിക്കൽ ശിർക്കാണെന്ന് പറഞ്ഞ ഒരൊറ്റ അല്ലാഹു തആല ഖുർആനിൽ കാണുകയില്ല, തെളിയിക്കാനും സാധ്യമല്ല എന്ന വസ്തുത വളരെ ഗൗരവമായി ചിന്തിക്കണമെന്ന് ഈ സമയത്ത് എനിക്ക് നിങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളൂ. അല്ലാഹു പരിശുദ്ധ ഖുർആൻ അവസാനമായി പഠിപ്പിച്ചു നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാഹുവിനെ വലിയാക്കിയവർ, അല്ലാഹുവിന്റെ റസൂലിനോട് സഹായം ചോദിച്ചവർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസ്സലാത്തു വസ്സലാമു അലാ ഖാതിമിൻ നബിയ്യീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ചോദ്യം 1. ഇവിടെ അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ട ആളുകൾ മരിച്ചവരാണെന്ന് വിചാരിക്കാൻ പാടില്ല എന്നും അവർ ജീവിച്ചിരിക്കുന്നവരാണെന്നുള്ള
ഭാഗത്തിലെ ഭാഗമുണ്ട്. അത് മുസ്ലിയാർ കുറ്റമാണോ എന്ന് ഞാൻ ആദ്യമായി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഖുർആനിൽ പറയുന്നത് അവർ ജീവിച്ചിരിക്കുകയാണ് എന്നല്ല. ഒരാ കഷ്ടമല്ല നീ വിചാരിക്കരുത്. അല്ലെങ്കിൽ കുത്തുബില്ലാഹി അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ട ആളുകളെ പറ്റി നിങ്ങൾ വിചാരിക്കരുത്. അമ്മാത്തൻ മരിച്ചവരാണ് നിങ്ങൾ വിചാരിക്കരുത്. വല്ലഹ്യാവുന്റെ റബ്ബിഹിം, പക്ഷെ അവർ അള്ളാഹുവിന്റെ റബ്ബിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്ന അവരുടെ റബ്ബിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ്. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരെന്നല്ല, റബ്ബിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ്. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരാണ് എന്നാണ് മുസ്ലിയാരുടെ വാദമെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അവരുടെ ഭാര്യമാരെ അവർ ജീവിച്ചിരിക്കുന്നു എന്ന സങ്കല്പത്തിൽ അവരുടെ മരണത്തിന് ശേഷം മറ്റവർക്ക് വിവാഹം കഴിക്കും.